വട്ടവട ഗ്രാമപഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന വിവിധ റോഡുകളുടെ ടാറിംഗ് ജോലികൾ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. പല റോഡുകളുടെയും അറ്റകുറ്റപ്പണികൾ നടന്നിട്ട് വർഷങ്ങളായെന്നാണ് പരാതി. റോഡുകൾ തകർന്നതോടെ ആശുപത്രികളിലേക്കും സ്കൂളുകളിലേക്കും മറ്റിതര ആവശ്യങ്ങൾക്കുമൊക്കെയുള്ള ഗ്രാമവാസികളുടെ യാത്ര അതീവ ദുഷ്കരമായി കഴിഞ്ഞു. വട്ടവട ഗ്രാമപഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന വിവിധ റോഡുകളുടെ ടാറിംഗ് ജോലികൾ നടത്തണമെന്ന ആവശ്യം ശക്തം. പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന വിവിധ റോഡുകൾ നിർമ്മാണം കാത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായെന്നാണ് പരാതി. നിർമ്മാണം സംബന്ധിച്ച് ഇടയ്ക്കിടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും മുന്നോട്ടു പോക്ക് ഉണ്ടാവാറില്ലെന്നും ആക്ഷേപം ഉയരുന്നു. പഴത്തോട്ടം, ചിലന്തിയാർ, സ്വാമിയാറളക്കുടി, കൂടല്ലാർകുടി, വത്സപ്പെട്ടിക്കുടി തുടങ്ങി പഞ്ചായത്തിലെ ഒട്ടുമിക്ക ഇടങ്ങളിലേക്കുമുള്ള റോഡുകളും നിർമ്മാണം കാത്ത് കിടക്കുന്നു. റോഡുകൾ തകർന്നതോടെ ആശുപത്രിയിലേക്കും സ്കൂളിലേക്കും മറ്റിതര ആവശ്യങ്ങൾക്കുമൊക്കെയുള്ള ഗ്രാമവാസികളുടെ യാത്ര അതീവ ദുഷ്കരമായി കഴിഞ്ഞു. വട്ടവട ഗ്രാമപഞ്ചായത്തിലെ കോവിലൂർ മുതൽ ചിലന്തിയാർ റോഡ് കഴിഞ്ഞ 2010 ടാറിങ് ഇട്ടത്. അതിനുശേഷം റോഡ് പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ റോഡ് വഴി സ്കൂൾ പിള്ളേർ സ്കൂളിലേക്ക് വരുന്ന ബസ് ഇപ്പോൾ പോകുന്നില്ല. കാരണം ഈ റോഡ് പൊളിഞ്ഞു ഉള്ളത് കൊണ്ട് അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൊണ്ട് ഈ സ്കൂൾ ബസ് പോകുന്നില്ല. ജീപ്പുകളിലാണ് കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചു വിടുന്നത്. പിന്നെ ഒരു ആംബുലൻസ് പോലും പോകാത്ത അവസ്ഥയാണ്. കാരണം ഈ റോഡ് അങ്ങനെ ആംബുലൻസ് പോയാലും അപകട സാധ്യതയാണ് ഈ റോഡ് ഉള്ളത്. കുലുങ്ങി പറഞ്ഞുള്ള യാത്ര രോഗികൾക്കും പ്രായമായവർക്കുമൊക്കെ വല്ലാത്ത ദുരിതം സമ്മാനിക്കുന്നുണ്ട്. പല റോഡുകളിലൂടെയും ഏറെ സാഹസപ്പെട്ടാണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്നത്. അപകടങ്ങൾ പലപ്പോഴും തലനാരിഴയ്ക്ക് ഒഴിവായി പോകുന്നു. തകർന്നു കിടക്കുന്ന റോഡുകൾ വട്ടവടയുടെ കാർഷിക മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ തിരിച്ചടി സമ്മാനിക്കുന്നുണ്ട്. തകർന്ന റോഡിലൂടെ ഒരിക്കലെത്തിയ വിനോദസഞ്ചാരികൾ വീണ്ടും വട്ടവടയിലേക്ക് എത്താൻ മടിക്കുന്നു. കുണ്ടും കുഴിയും താണ്ടിയുള്ള യാത്ര തങ്ങൾ മടുത്തെന്നും ദുരിതം കണ്ടറിഞ്ഞ് ഇനിയെങ്കിലും വട്ടവടയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇടപെടൽ വേണമെന്നും പ്രദേശവാസികൾ ഒന്നടങ്കം ആവശ്യമുന്നയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.